السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ്. ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കവിതയായ അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കവിതയാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഷഖ്ഖുസ് സദർ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് അത് പിളർത്തിക്കൊണ്ട് ഹൃദയം പുറത്തെടുക്കുകയും അത് ശുദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് എടുക്കാനുള്ള വരി നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبعد 6 مع شهر جائي وفاة أمه على الأبواء وجده للأب عبد المطلب بعد 8 مات من غير كذب ثم أبو طالب العم كفل خدمته ثم إلى الشام رحل به وذاك بعد عام 12 وكان من أمر بحيرا ما اشتهر. ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പോൾ ഈ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഇവിടെ പറയുന്നത് ഉമ്മയുടെ വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണത്? വബഅദ 6 മഅ ശഹ്രിൻ ജാഇ വഫാത്ത് ഉമ്മിഹി അലൽ അബവാഇ. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിന മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആമിന ബിൻതു വഹബ് അവർ മരണപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിന മരണപ്പെടുന്ന സമയത്ത് റസൂലിന് 6 വയസ്സും 1 മാസവുമാണ്. അതാണ് ഇവിടെ പറഞ്ഞത് വബഅദ 6 മഅ ശഹ്രിൻ ജാഇ, അഥവാ 6 വയസ്സും 1 മാസവും ഉള്ളപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിനത്തു ബിൻതു വഹബ് മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സാണ് മരണപ്പെടുമ്പോൾ എന്ന് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇബ്നു കസീർ, അതുപോലെ ഇമാം അസ്സഹബി, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവരൊക്കെ പറഞ്ഞതായി കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മ മരണപ്പെടുമ്പോൾ 6 വയസ്സാണ് എന്നുള്ളത്. പിന്നീട് പറയുന്നത് എവിടെ വെച്ചാണ് മരണപ്പെടുന്നത് എന്നാണ്. അഥവാ വഫാത്ത് ഉമ്മിഹി അലൽ അബ്വാഇ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുന്നത് അബ്വാ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. അബ്വാ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഇല്ല. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുന്നത് അബ്വായിലാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ സാദുൽ മആദിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണ് സഹോദരങ്ങളെ അബ്വാ എന്ന് പറയുന്ന സ്ഥലം? അത് മദീനക്കും മക്കക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അബ്വാ. അബ്വാ എന്ന് പറയുന്നത് മക്കക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലത്തിനെയാണ്, അല്ലെങ്കിൽ സ്ഥലമാണ് അബ്വാ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് റസൂലിന്റെ മാതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെയും കൂട്ടി മദീനയിലേക്ക് പോയത്? കാരണം മക്കക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലമാണ് അബ്വാ. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് മരണപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് റസൂലിനെയും കൂട്ടി മദീനയിലേക്ക് പോകുന്നത്? അതിനുള്ള കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്മാർ
അവർ മദീനയിലാണ് താമസിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരങ്ങൾ അവർ താമസിച്ചിരുന്നത് മദീനയിലായിരുന്നു. അഥവാ അദി ഇബ്നു നജ്ജാർ അദ്ദേഹത്തിന്റെ ഗോത്രം താമസിച്ചിരുന്നത് മദീനയിലായിരുന്നു. അപ്പോൾ അവരെ സന്ദർശിക്കാൻ വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി മദീനയിലേക്ക് ആമിന ബിൻതു വഹബ് പോകുന്നത്. അവിടെ പോയി അവരെ സന്ദർശിച്ച് തിരിച്ച് മക്കയിലേക്ക് വരുമ്പോഴാണ് അബവായിൽ വെച്ച് ഇവർ മരണപ്പെടുന്നത്. ആ സഹോദരന്മാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി പോയി അവരെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന വേളയിലാണ് ആര് മരണപ്പെടുന്നത്? ആമിന മരണപ്പെടുന്നത്. ഈ ഉമ്മയുടെ ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചതായി സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയെ അല്ലെങ്കിൽ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസിൽ വന്നതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വസ്തഅദൻതു റബ്ബി അൻ അസൂറ ഖബറഹ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചു. ഫഅദിന ലി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അതിനുള്ള അനുമതി നൽകി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫസൂറു അൽ ഖുബൂർ, നിങ്ങൾ എന്ത് ചെയ്യണം? ഖബർ സന്ദർശനം നടത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ ഖബർ സന്ദർശനം നടത്തണം. എന്തിനു വേണ്ടിയാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, ആ ഖബർ സന്ദർശനം നിങ്ങളെ മരണത്തെ പറ്റി ചിന്തിക്കുമെന്ന് റസൂൽ അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് ഓർക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശനം നടത്താൻ പറഞ്ഞത്? മരണത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എന്താണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ? എന്താണ് അവസ്ഥ? ആ ഖബറിലുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയാണ് സിയാറത്ത് പറഞ്ഞത്? മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? നേർച്ചയെന്നും ഉറൂസ് എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ ആർക്കാണ് മരണത്തെക്കുറിച്ച് ചിന്ത വരിക? എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത്? ചെണ്ടമേളം, അതുപോലെ തന്നെ ആന, ഇതിനൊക്കെ കണ്ടാൽ ആർക്കാണ് മരണത്തെക്കുറിച്ച് ഓർമ്മ വരിക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സുന്നത്ത് ഖബർ സന്ദർശനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ദുനിയാവ് നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഖബർ സന്ദർശനം നടത്തേണ്ടതുണ്ട്. കാരണം എന്താ? നമ്മളെപ്പോലെ ഈ ദുനിയാവിൽ നടന്നു നീങ്ങിയവരായിരുന്നു അവരും. പക്ഷെ അവരെന്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്? എന്താണ് അവരിവിടെ നിന്ന് കൊണ്ടുപോയത്? 3 കഷ്ണം തുണി മാത്രമാണ്. ഏത് രാജാക്കന്മാരായാലും ഏത് വലിയ പണക്കാരനായാലും അവസാനം അവരെല്ലാവരും കൊണ്ടുപോയത് എന്താണ്? 3 കഷ്ണം തുണി മാത്രമാണ് ദുനിയാവിൽ നിന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മ മരിക്കുമ്പോൾ ഉള്ള പ്രായം, അതുപോലെ ഉമ്മ മരിക്കുമ്പോൾ ഉള്ള പ്രായം 6 വയസ്സാണ്. അതുപോലെ ഉമ്മയെ ഖബറടക്കിയത് അബവാ എന്ന് പറയുന്ന സ്ഥലത്തുമാണ്. അതാണ് പറഞ്ഞു വന്നത്. ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുള്ളത്, ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അള്ളാഹുവോട് അനുമതി ചോദിച്ചു. അപ്പോൾ ഉപ്പയുടെ ഖബർ സന്ദർശിക്കാൻ എന്തുകൊണ്ട് അള്ളാഹുവോട് അനുമതി ചോദിച്ചില്ല എന്ന് ഒരുപക്ഷെ സംശയം വന്നേക്കാം. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഉപ്പയെ മറമാടിയത് എവിടെയാണ്? ഉപ്പയെ മറമാടിയത് എവിടെയാ? ആർക്കും ഓർമ്മയില്ല? അഹ്സൻ, മദീനയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ മറമാടിയത് എവിടെയാണ്? മദീനയിലാണ്. ഇതിന് അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ സന്ദർശിക്കാൻ, ഖബർ സന്ദർശിക്കാൻ എന്തുകൊണ്ട് അള്ളാഹുവോട് ചോദിച്ചില്ല എന്നതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയതായി കാണാം. ഒന്നാമത്തെ കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് അറിഞ്ഞിരുന്നയാളായിരുന്നു. എന്നാൽ ഉപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുൻപ് തന്നെ എന്തായിട്ടുണ്ട്? മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയുടെ വാത്സല്യത്തിൽ 6 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നതുകൊണ്ട്
ഈ ഒരു കാരണത്താലാണ് ഖബർ സന്ദർശിക്കാൻ വേണ്ടി ചോദിച്ചത്. ഏത്? ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ചോദിച്ചത്. ഉപ്പയുടെ ചോദിക്കാതിരിക്കാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരു കാരണം. രണ്ടാമത്തെ കാരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടത് കൊണ്ട് മദീനയിൽ എവിടെയാണ് ഖബർ എന്ന് വ്യക്തമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഖബർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ മദീനയിലാണ്, പക്ഷേ മദീനയിൽ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാൽ ഉമ്മയുടെ ഖബർ എവിടെ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാവുന്നത് കൊണ്ടാണ്. മൂന്നാമത്തെ കാരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് പോയതല്ല. അഥവാ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യണം എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി എങ്ങോട്ടേക്ക് പോയതല്ല, അബവായിലേക്ക് പോയതല്ല. നേരെ മറിച്ച് ഒരു യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ആ ഖബറിന്റെ കാര്യം ഓർക്കുകയും എന്നിട്ട് അള്ളാഹുവോട് അനുമതി ചോദിക്കുകയും ചെയ്തതാണ്. ഇതുകൊണ്ടാണ് ഉമ്മയുടെ വിഷയത്തിൽ അനുമതി ചോദിച്ചത്. ഇതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. അഥവാ പറഞ്ഞു വന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുമ്പോൾ റസൂലിന്റെ വയസ്സ് എത്രയാണ്? 6 വയസ്സ്. എവിടെയാണ് ഉമ്മയുടെ ഖബറടക്കിയത്? അബവായിൽ. പിന്നീട് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വജദ്ദുഹു ലിൽ അബി അബ്ദുൽ മുത്തലിബ് ബഅദ 8 മാത മിൻ ഗൈരി കദിബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മരണശേഷം പിന്നീട് ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തത്? വളർന്നത്. അഥവാ ഉമ്മ മരണപ്പെട്ടു ശേഷം പിന്നീട് ആരുടെ സംരക്ഷണത്തിലാണ്? അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വന്നത്. പിന്നീട് 2 വർഷം കഴിഞ്ഞ് റസൂലിന് 8 വയസ്സായപ്പോൾ, 6 വയസ്സായപ്പോൾ ഉമ്മ മരണപ്പെട്ടു. പിന്നീട് 2 വർഷം എന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ റസൂല് വളർന്നു. അങ്ങനെ 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? മരണപ്പെട്ടു. അതാണ് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ബഅദ 8 മാത മിൻ ഗൈരി കദിബ്. ബഅദ 8, 8 വയസ്സായപ്പോൾ മാത മിൻ ഗൈരി കദിബ്. ആര് മരണപ്പെട്ടു? അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. ഈ വിഷയത്തിലും തർക്കമില്ല. മിൻ ഗൈരി കദിബ്, ആ വിഷയത്തിൽ കളവുകളൊന്നുമില്ല. അഥവാ 8-ാം വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് എന്ന വിഷയത്തിലും തർക്കമില്ല എന്ന് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹായ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു വന്നതായി കാണാം ഈ വിഷയത്തിൽ. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലുപ്പ, ഉപ്പയുടെ ഉപ്പ, ഞാൻ ഉപ്പ എന്നാ പറഞ്ഞത്, ഉപ്പയുടെ ഉപ്പ എന്നല്ലേ, ഉപ്പയുടെ ഉപ്പ മരണപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സാണ് എന്നുള്ള വിഷയത്തിൽ സഹീഹായ ഒരു ഹദീസ് ഇബ്നു അബ്ബാസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ അഭിപ്രായം പറഞ്ഞവരാണ് ഇബ്നു ഹിബ്ബാൻ, അതുപോലെ തന്നെ ഇമാം അത്തബരി, ഇബ്നു ഇസ്ഹാഖ് റഹിമഹുമുല്ലാഹ്. ഇവരും ഈ അഭിപ്രായം പറഞ്ഞ ആളുകളാണ്. ഇനി ഒരു സംശയം വന്നേക്കാം, എന്തുകൊണ്ടാണ് ഉമ്മയുടെ ഉപ്പയെ കുറിച്ച് ചരിത്രത്തിൽ പരാമർശിക്കാത്തത് എന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഉമ്മയുടെ ഉപ്പയെ കുറിച്ച് ചരിത്രത്തിൽ എവിടെയും പരാമർശിക്കാത്തത് എന്ന് ഒരു സംശയം വന്നേക്കാം. അതിനുള്ള മറുപടി, അറബികൾക്കിടയിൽ ഉപ്പയുടെ കുടുംബമാണ് കുടുംബത്തെ നോക്കുക. അല്ല എങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉപ്പയുടെ കുടുംബമാണ് പിന്നീട് ഈ കുട്ടികളെ നോക്കുക. അങ്ങനെയായിരുന്നു അവരുടെ രീതി. അവരുടെ നാട്ടിൽ വന്നു പോന്നിരുന്ന ശൈലി ഉപ്പയുടെ കുടുംബമാണ് പിന്നീട് അവരെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഉമ്മയുടെ കുടുംബം കാര്യങ്ങൾ നോക്കുക എന്നത് ഒരു മോശമായ കാര്യമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അഥവാ ഉമ്മയുടെ കുടുംബക്കാർ മക്കളെ നോക്കുക എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു ശൈലി അവർ മോശമായ കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഉമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടു. ഉപ്പയില്ലാതെയാണ് ജീവിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ആമിന അവരുടെ വയറ്റിൽ ഉണ്ടായപ്പോൾ തന്നെ ഉള്ള സമയത്ത് ഉപ്പ മരണപ്പെട്ടു. പിന്നീട് 6 വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടു. പിന്നീട് 8 വയസ്സായപ്പോൾ വെല്ലിപ്പയും മരണപ്പെട്ടു, അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പയും മരണപ്പെട്ടു. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. ചെറിയ പ്രായമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ആ ഒരു പ്രയാസം എത്രമാത്രമായിരിക്കും. നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ? ഇതൊന്നും വെറും കെട്ടുകഥകളല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണിത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എത്ര പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലെ? എത്രയോ പ്രയാസം പറയുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എന്താണ് എനിക്ക് മാത്രം ഇത്രയും പ്രയാസം എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദർ ഖളാഇനെ കുറ്റം പറയുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു വിഷയമാണ്. അല്ലെങ്കിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ. ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ പലതും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും പ്രയാസങ്ങളും വേദനകളും സഹിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അവസ്ഥയിലെത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക ആരാണ്? നബിമാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നീട് അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെ പിൻപറ്റുന്ന ആളുകൾ, അവരും പരീക്ഷിക്കപ്പെടും. പിന്നീട് അവരെ പോലെ അങ്ങനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഏതൊരാൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതവുമായി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്തിന്റെ അവസ്ഥ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞത് ചെറുപ്പകാലത്തുള്ള കാര്യം മാത്രമാണ്. ഇനിയും ധാരാളം നമ്മൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ മനം മടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചിന്ത വരുമ്പോൾ നമ്മൾ ഈ കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വന്ന ഈ സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഉപ്പാപ്പ മരണപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഉപ്പാപ്പ മരണപ്പെട്ടു, അതിനുശേഷം പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തത് ആരാണ്? ഉപ്പയുടെ സഹോദരനായ അബൂ താലിബാണ്. ഉപ്പയുടെ സഹോദരനായ അബൂ താലിബാണ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുന്നത്. എന്താണ് അബൂ താലിബിന്റെ യഥാർത്ഥ പേര്? അബൂ താലിബ് എന്നുള്ളത് കുനിയത്താണ്. അറബികൾ പൊതുവെ കുനിയത്ത് ആണ് മറ്റുള്ള ആളുകളെ വിളിക്കുക, ബഹുമാന സൂചകമായും മറ്റും. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ഇക്ക എന്നൊക്കെ വിളിക്കുന്നത് പോലെ അവിടെ ബഹുമാന സൂചകമായി മറ്റുള്ള ആളുകൾ അവരെ വിളിച്ചിരുന്ന അബു കൂട്ടിയിട്ടായിരിക്കും. അബു ഫുലാൻ, ഒന്നെങ്കിൽ മൂത്ത മകനിലേക്ക് ചേർത്തിക്കൊണ്ട് അബു അബ്ദില്ല അല്ലെങ്കിൽ അബു സഅദ്, അങ്ങനെ മൂത്ത മകനിലേക്കോ അല്ലെങ്കിൽ മക്കളിലേക്കോ ചേർത്തിക്കൊണ്ട് അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേര് അബൂ താലിബ് എന്നുള്ളത്. ഇയാളുടെ പേര് അബൂ താലിബ് എന്നാണ്. എന്താണ് യഥാർത്ഥ പേര്? അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. മാത്രമല്ല ഉപ്പയുടെ സ്വന്തം സഹോദരനാണ്. അഥവാ മറ്റു സഹോദരന്മാരുമുണ്ട്. മറ്റ് സഹോദരന്മാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാക്ക് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇയാൾ കാര്യങ്ങൾ നോക്കിയത്? അബൂ താലിബ് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളും മറ്റും നോക്കിയത്. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം? ഒരു കാരണം, അബ്ദുൽ മുത്തലിബ് മരണസമയത്ത് വസിയത്തായി പറഞ്ഞിട്ടുണ്ട്. എന്ത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നീ വേണം ഇനി ഏറ്റെടുക്കാനെന്ന് അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന വേളയിൽ അബൂ താലിബിനോടായി വസിയത്ത് ചെയ്തതായി കാണാം. അതാണ് ഒരു കാരണം എന്ന് പറയുന്നതായി കാണാം. രണ്ടാമത്തെ കാരണം, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണ് ആര്? അബൂ താലിബ്. അഥവാ അബ്ദുൽ മുത്തലിബിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യയായ ഫാത്തിമ ബിൻത് അംർ അവരുടെയും മകനാണ് ആര്? അബൂ താലിബും അതുപോലെ തന്നെ റസൂലിന്റെ ഉപ്പയായ അബ്ദുള്ളയും. ഇവര് രണ്ടാളും ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ എന്ന് പറയും. ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ. അറബിയിൽ അഹുൻ ഷഖീഖ് എന്നാണ് പറയുക. അഹുൻ ഷഖീഖ്, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഇസ്ലാമിൽ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ ഒത്ത സഹോദരന്മാരുണ്ടാകും, അതുപോലെ തന്നെ ഉമ്മ ഒത്ത സഹോദരന്മാരും ഉണ്ടാകും. ഇതെന്താണ് ഇവിടെ? അബൂ താലിബും അബ്ദുള്ളയും അഹുൻ ഷഖീഖാണ്, അഥവാ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം
അബൂ താലിബ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞതായി കാണാം. രണ്ടാളുടെയും ഉമ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുള്ളയുടെയും അബൂ താലിബിന്റെയും ഉമ്മയുടെ പേരെന്താ? ഫാത്തിമ ബിൻത് അംറ എന്നാണ്. ഫാത്തിമ ബിൻത് അംർ. എന്നിട്ട് പിന്നീട് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നു ഈ വിഷയത്തെ പറ്റി, സുമ്മ അബൂ താലിബിനിൽ അമ്മു കഫൽ ഖിദ്മതഹു സുമ്മ ഇല ശാമി റഹൽ. എന്താണ്? പിന്നീട് വല്ലിപ്പയുടെ മരണശേഷം എന്ത് ചെയ്തു? അബൂ താലിബാണ് അമ്മായ, അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ, അമ്മാണ് എന്ത് ചെയ്തത്? റസൂലിന്റെ കാര്യം ഏറ്റെടുത്തത്. ഖിദ്മതഹു സുമ്മ ഇല ശാമി റഹൽ. എന്നിട്ട് എന്ത് ചെയ്തു? കച്ചവട ആവശ്യത്തിന് വേണ്ടി എങ്ങോട്ടേക്ക് യാത്ര പോയി? ഷാമിലേക്ക് യാത്ര പോവുകയുണ്ടായി. ആ യാത്രയിൽ ആരെയും കൂടെ കൂട്ടി? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടിയിട്ടാണ് ആര് പോകുന്നത്? അബൂ താലിബ് ഷാമിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂ താലിബിന്റെ കൂടെ കൂട്ടാനുള്ള കാരണം? മക്കയിലേക്ക് അല്ലെങ്കിൽ മക്കയിൽ ആരെയും ഏൽപ്പിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടിയിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഷാമിലേക്ക് അബൂ താലിബും കൂട്ടരും പോകുന്നത്. ഇതിനുള്ള കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്ത് ഇഷ്ടമായിരുന്നു ആർക്ക്? അബൂ താലിബിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം ഇഷ്ടമായിരുന്നു അബൂ താലിബിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അബൂ താലിബിന്റെ കീഴിൽ നിൽക്കാനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നത്. അതിനാൽ തന്നെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായില്ല. മക്കയിൽ ആരുടെയും കൂടെ അല്ലെങ്കിൽ ആരെയും ഏൽപ്പിച്ചുകൊണ്ട് ഷാമിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി ഷാമിലേക്ക് എന്ത് ചെയ്തു? യാത്ര ചെയ്തു. എന്നിട്ട് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറയുകയാണ്, ബിഹി വദാക ബഅദ ആം 12 വകാന മിൻ അംരി ബഹീറ മഷ്തഹർ. അത് നടക്കുന്നത് എപ്പോഴാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി ഷാമിലേക്ക് പോകുന്നത് റസൂലിന് 12 വയസ്സുള്ളപ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സുള്ളപ്പോൾ റസൂലിനെയും കൂട്ടി ഷാമിലേക്ക് യാത്ര ചെയ്തു. വകാന മിൻ അംരി ബഹീറ മഷ്തഹർ. ഈ യാത്രയിലാണ് ഖിസ്സത്തു ബഹീറ എന്ന സംഭവം ഉണ്ടാകുന്നത്. വളരെ അറിയപ്പെട്ട സംഭവമാണ് ഖിസ്സത്തു ബഹീറ. എന്താണ് ഖിസ്സത്തു ബഹീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചരിത്രമാണ്, നമുക്ക് ചുരുക്കി പറയാം. അഥവാ ക്രിസ്തീയ പുരോഹിതനായ ഒരു വ്യക്തി യാത്രക്കിടയിൽ അബൂ താലിബിനെയും അതുപോലെ തന്നെ സംഘത്തെയും കാണുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കാണുകയും ചെയ്തപ്പോൾ റസൂലിന്റെ ചില വിശേഷണങ്ങളും അതുപോലെ തന്നെ റസൂലിന്റെ ചില പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും കണ്ടപ്പോൾ അയാൾ പറയുകയാണ്, ഇദ്ദേഹം ഭാവിയിൽ നബിയാവാൻ ഉള്ളയാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഈ പുരോഹിതൻ, ഈ പാതിരി പറയുകയാണ്, ഇദ്ദേഹം ഭാവിയിൽ ഒരു നബിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ വിഷയത്തിൽ പ്രത്യേകം സൂക്ഷ്മത കാണിക്കണം. അബൂ താലിബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷ്മത കാണിക്കണം. എന്താണ് കാരണം? ജൂതന്മാർ ഒരുപക്ഷെ ഇദ്ദേഹത്തെ വകവരുത്താൻ സാധ്യതയുണ്ട്. എന്ന് അബൂ താലിബിനോട് ഈ പുരോഹിതൻ പറഞ്ഞു. ഈ ഒരു സംഭവത്തെയാണ് ഖിസ്സത്തു ബഹീറ എന്ന് ചരിത്രത്തിൽ പറയുന്നത്. ഖിസ്സത്തു ബഹീറ എന്നുള്ള കാര്യം. ഇനി ഇത് സ്ഥിരപ്പെട്ടതാണോ അല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ ഭിന്നതയുണ്ട്. ഈ ഒരു സംഭവം സ്ഥിരപ്പെട്ടതാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇമാം ദഹബിയെ പോലെയുള്ളവർ, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷേ ഇബ്നു കസീർ, ഷെയ്ഖുൽ അല്ലാമ അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഇത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് എന്ന്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ ജാമിഇൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം ഈ ഒരു സംഭവം. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ, അബൂ താലിബിനോട് ഒരാൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹം നബിയാവാൻ പോകുന്നയാളാണ് എന്ന്. പക്ഷെ അബൂ താലിബ് എങ്ങനെയാണ് മരണപ്പെടുന്നത്? എങ്ങനെയാണ്? മുസ്ലിം അല്ലാതെയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. എന്താണ് അതിനുള്ള കാരണം? കൂട്ടുകെട്ടാണ്.
നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാൾ മരിക്കാൻ പോകുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പോയിക്കൊണ്ട് പറയുന്നുണ്ട്, ഖുൽ യാ അം ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമത്തുൻ, എന്താണ് ആ വാക്കുകൊണ്ട് എനിക്ക് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരായ അബൂജഹലും കൂട്ടരും പറഞ്ഞു കൊടുക്കാണ്, നീ നിന്റെ പിതാവിന്റെയും മറ്റും ആ മാർഗം ഉപേക്ഷിക്കാൻ പോവുകയാണോ എന്ന് കൂട്ടുകാരനായ ആളുകൾ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് എങ്ങനെയാണ് മരണപ്പെടുന്നത്? ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച സൂക്ഷ്മതയാണത്. എന്താണ് റസൂൽ പറഞ്ഞത്? ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണ്? അന എന്നാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാക്ക് വായിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചത് ഹുവ, അവൻ എന്നാണ് പറഞ്ഞത്. അന എന്ന് പറഞ്ഞില്ല. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ടിന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലേ? ചില ആളുകൾ ദീനില്ലാത്ത ആളുകളുടെ കൂടെ കൂടി അതേ അവസ്ഥയിലേക്ക് മാറിയ സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ ഓരോ ആളുകൾക്കും ആ ഒരു കാര്യം പരിചയമുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഈ ഇടയിൽ ഈ സമയത്ത് അടുത്തായി കൊണ്ടൊരാൾ പറഞ്ഞതായി കാണാം, അദ്ദേഹത്തിന്റെ മകൻ ഹാഫിളായ ഒരാളാണ്, പഠിച്ചതുമൊക്കെ. അങ്ങനെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തി ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ. ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഒറ്റ ദിവസം ഈ സ്കൂളിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഉപ്പയോട് സംസാരിക്കാൻ തുടങ്ങി. ഒറ്റ ദിവസം മാത്രം. പിന്നീട് ആ പഠനം നിർത്തിയെന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ പോലും അറിയാതെ ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരം, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അവരുടെ സംസാരം നമ്മിലേക്കും വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരുവൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഫൽയൻദുർ അഹദുക്കും അയ്യുഖാലിൽ, അതുകൊണ്ട് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് ഓരോ ആളുകളും ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല കൂട്ടുകാരനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലിനോടൊപ്പം സഹവസിച്ചത് കൊണ്ട് ആരായി മാറി? അസ്സിദ്ദീഖായി മാറി. അങ്ങനെയാണ് നല്ല കൂട്ടുകെട്ടിന്റെ പര്യവസാനം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, നല്ല കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെയും ഉപമ ഏതുപോലെയാണ്? നല്ല കൂട്ടുകാരന്റെ ഉപമ അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. അവന്റെ അടുക്കലേക്ക് പോയാൽ നല്ലത് മാത്രം, നല്ല ഗന്ധമായിരിക്കും അത്തർ കച്ചവടക്കാരന്റെ അടുക്കൽ. അതുപോലെയാണ് നല്ല ഒരുവൻ. അവന്റെ അടുക്കലേക്ക് പോയാൽ നമുക്ക് ലഭിക്കുക നല്ല നല്ല സംസാരമായിരിക്കും, നല്ല നല്ല അനുഭവങ്ങളായിരിക്കും, നല്ല നല്ല നസീഹത്തുകളായിരിക്കും, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ മോശം കൂട്ടുകാരന്റെ ഉപമ ഏതുപോലെയാണ്? ഓലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. എന്താണ് ആ അവസ്ഥ? വളരെ മോശം ഗന്ധമായിരിക്കും, മോശമായ ഗന്ധമായിരിക്കും. അതുമാത്രമല്ല, ഈ തീയും പുകയും ഒക്കെ നമ്മൾ ശ്വസിക്കേണ്ടി വരും. നമ്മുടെ വസ്ത്രങ്ങൾ ഒരുപക്ഷെ തീപിടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് മോശം കൂട്ടുകാരന്റെ അവസ്ഥ. നമ്മൾ പോലും അറിയാതെ പടിപടിയായി ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. അബൂ താലിബിന് സംഭവിച്ചത് അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങേയറ്റത്തെ നസീഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. തൊട്ടിപ്പുറത്ത് നിന്ന് കൂട്ടുകാരെന്ത് പറയാണ്? നേരെ വിപരീതം പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അങ്ങനെയാണ് മരണപ്പെടുന്നത്. ഇനി സഹോദരങ്ങളെ, മറ്റൊരു വിഷയം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും മുസ്ലിമായിരുന്നോ അതോ കാഫിറായിരുന്നോ? കാഫിറായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ രണ്ട് കാര്യം, ഉമ്മയെപ്പറ്റിയും ഉപ്പയെപ്പറ്റിയും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ പറഞ്ഞ മറ്റൊരു ഹദീസ് റിവായത്ത് വന്നതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ അതിനനുമതി കൊടുത്തു. പക്ഷെ ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുമതി കൊടുത്തില്ല. ഇതാണ് ഉമ്മയുടെ അവസ്ഥ.
വാളിഹാണ്. പക്ഷേ ഉപ്പയുടെ അവസ്ഥയോ മറ്റൊരു ഹദീസാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, ഐന അബി, എന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ പറഞ്ഞു, അബൂക ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നടന്നു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ആ പറയപ്പെട്ട വ്യക്തി സങ്കടത്തോടെ തിരിച്ചു പോകുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തത്? അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അബൂക എന്റെ ഉപ്പയും അബി വ അബാക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും എവിടെയാണ്? നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതായി കാണാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ്. ഇതുകൊണ്ട് റസൂലിന് എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുമോ? ഒരിക്കലുമില്ല. ചില ആളുകൾ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നതായി കാണാം, റസൂലിന്റെ ഉപ്പ നരകത്തിലോ റസൂലിന്റെ ഉമ്മ നരകത്തിലോ എന്ന് ചോദിക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ എവിടെയാണ്? എവിടെയാണ്? നരകത്തിലാണ്. ഖുർആനിലുള്ളതാണ്. ഇനി നൂഹ് നബിന്റെ മകൻ എവിടെയാണ്? നരകത്തിലാണ്. ഇതൊന്നും കൊണ്ടൊരിക്കലും നബിമാരുടെ ശ്രേഷ്ഠതക്കോ അവരുടെ ഫളിലിനോ ഒന്നും കോട്ടം സംഭവിക്കാനില്ല. ചില ആളുകൾ അവരുദ്ദേശിക്കുന്നത് റസൂലിന്റെ ഉപ്പ നരകത്തിലാണെന്ന് പറഞ്ഞാൽ റസൂലിന് വല്ല ശ്രേഷ്ഠതക്ക് കോട്ടവും സംഭവിക്കുമെന്നാണ്. അവർ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ അങ്ങേയറ്റത്തെ ഇമാമാണ്, നബിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുത്തെ ഉപ്പ നരകത്തിലാണ്. അതുപോലെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസ്സുയൂത്തി റഹിമഹുല്ല അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു ഗ്രന്ഥത്തിന് ആ കാലഘട്ടത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥത്തിന് പല ഉലമാക്കളും മറുപടിയും അതുപോലെ തന്നെ ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഷംസുൽ ഹഖ് അൽ അദീമാബാദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം ആ ഗ്രന്ഥത്തെ പറ്റി. ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ എന്താണ്? കെട്ടുകഥകളാണ്. ആ ഗ്രന്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെയും ഉപ്പയെയും സ്വർഗത്തിലാണ് എന്ന് പറയുന്ന സംഭവം ഒന്നെങ്കിൽ കെട്ടുകഥകൾ, എല്ലായെങ്കിൽ കളവുകൾ. മൂന്നാമത്തേത് എന്താണ്? ഒരടിസ്ഥാനവുമില്ലാത്ത പല കാര്യങ്ങളുമാണ് ആ ഗ്രന്ഥത്തിലുള്ളത് എന്നാണ്. അഥവാ അദ്ദേഹം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെയും ഉമ്മയെയും ജീവിപ്പിച്ച് പിന്നീട് ഹിദായത്ത് നൽകി മരിപ്പിച്ചു എന്നാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലൊക്കെ പറഞ്ഞതായി കാണാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനിൽ നസ്സ് വന്ന കാര്യമാണ്, കാഫിറായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിച്ചപ്പോൾ എന്താണ് അള്ളാഹു പറഞ്ഞത്? എന്താണ് അള്ളാഹു ചെയ്തത്? അനുമതി നൽകിയില്ല. വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല ഖൈറും ഉണ്ട് എങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തെറ്റോ മറ്റോ ഉണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നും ഉള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ ധാരാളമായി അള്ളാഹുവിന്റെ ദീനിൽ വിജ്ഞാനം നേടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഇരുത്തം നാളെ നമുക്ക് മുതൽക്കൂട്ടായി മാറ്റുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.